ഹലോ, ഇത് ഞങ്ങളുടെ തായ്ലൻഡിലെ മൂന്നാമത്തെ ദിവസമാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പട്ടായയിൽ നിന്നും ബാങ്കോക്കിലേക്ക് പോവുകയാണ്. ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ പട്ടായയിലായിരുന്നു. അവിടുത്തെ ഓരോ കാഴ്ചകളുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് പോയി കാണുക. ഞങ്ങളുടെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. അധികം ചിലവൊന്നും ആയില്ല. ഞങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്തു തന്നത് എവർ ടൈം ട്രാവൽസ് എന്ന് പറയുന്നൊരു ട്രാവൽ ഏജൻസിയാണ്. അവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞങ്ങൾ ഈ 2 ദിവസത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പോലും ഞങ്ങളുടെ പിള്ളേരൊന്നും ഒട്ടും ക്ഷീണിച്ചിട്ടില്ല. ഓരോ ദിവസം ചെല്ലുന്നവർ നല്ല എനർജറ്റിക് ആയിട്ടാണ് അന്നത്തെ പുതിയ പുതിയ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ബാങ്കോക്കിലെ സഫാരി വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇത് ചൈനയിൽ നിന്നും വന്ന കുറച്ച് ടൂറിസ്റ്റുകളാണ്. അവരുമായിട്ട് കുട്ടികൾ ഭയങ്കര കൂട്ടായിരുന്നു. സഫാരി വേൾഡ് തിങ്കളാഴ്ച ദിവസങ്ങളിലെ അവധിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, നമുക്കറിയാലോ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ, കാഴ്ച ബംഗ്ലാവിൽ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെയാണല്ലോ അത് ഇൻട്രസ്റ്റ് കാണാനായിട്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടെയും അതുപോലെ തന്നെയായിരുന്നു. ഒത്തിരി സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികളുമായിട്ട് പോകുന്നവർക്ക് ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. കുട്ടികൾ എന്തായാലും അവർ നന്നായിട്ട് ഇത് ആസ്വദിക്കും, ഈ സ്ഥലത്തെ ഓരോ കാഴ്ചകളും. ഇതിൻ്റെ എൻട്രിയിലേക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമുക്ക് ചെയ്തു തന്നത് ഈ ഞങ്ങളുടെ ഡ്രൈവർ കം ഗൈഡ് ആയിട്ടുള്ള ആ ചേട്ടനാണ്. നമുക്ക് പാസ് എല്ലാം എടുത്ത് തന്ന് നമ്മളെ സുരക്ഷിതമായിട്ട് അവർ നമ്മളെ അകത്ത് എൻട്രി ചെയ്യിപ്പിച്ചതിന് ശേഷമേ ഉള്ളൂ അവർ തിരിച്ചു പോവുകയുള്ളൂ. ഞങ്ങൾ ഈ ഓടുന്നത് ആദ്യത്തെ ഷോയായ ഒറാങ്കുട്ടൻ ഷോ കാണാനായിട്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 9:30 കഴിഞ്ഞിരുന്നു. പിന്നെ എൻട്രി പാസ് ഒക്കെ ചെയ്ത് വാങ്ങിച്ച് അകത്ത് കയറി അവർ ബാഗെല്ലാം ഫുൾ ചെക്കിംഗ് ഉണ്ട്, ബാഗ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡുകളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കത്തില്ല. വേഗം ഓടി ചെന്നില്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു സീറ്റ് കിട്ടി. അത് കാരണം എല്ലാം അടുത്തിരുന്ന് കാണാനായിട്ട് സാധിച്ചു. നല്ല തമാശയാണ് ഈ ഒറാങ്കുട്ടന്മാരെയും കൊണ്ട് ആ ട്രെയിനേഴ്സ് കാണിക്കുന്നത്. നമുക്ക് ഓരോന്നും അവരുടെ ആക്ഷൻസ് വളരെ വളരെ മനോഹരമായിരുന്നു.มันดำก็ไม่ได้ด้วยเอาละครับเป็นถึงแชมเปี้ยนครับต้องมีทีเด็ดมาโชว์ให้เราดูแน่นอนครับเมื่อพร้อมแล้วโชว์ไปเต้าทีเด็ดครับหมัดเท้าเข่าศอกทีเด็ดไม่ใช่มาถอนแกงอีกครั้งหนึ่งโอเคฮะวันมาทำเอามาพร้อมแล้วโชว์ไปเต้ายอดครับเอาเอาดีครับแล้วที่จับไม่ได้คือภาพคนนี้ครับจับตาดูครับนับ 1 2 3 One more time 1 2 3สุดยอดครับมีความสามารถครับ Amazing ออกมาทำไมเนี่ย
เออขอคืนนะครับไม่มีเอางี้ดีกว่าหอมแก้มโชว์หน่อยดีกว่านะ Kiss me แหมน้ำลายตรงนี้กำลังมีผ้าครับ Kiss me นี่นะครับโฉมหน้าแชมเปี้ยนของสมัยบลูคอร์เนอร์ไปเชิญนั่งที่ให้เรียบร้อยครับsit down please โอ้โหเห็นเนอะ บายบายค่ะ และนี่นะคะคือความน่ารัก ഈ കാണുന്നത് ജിറാഫ് ടെറസ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ജിറാഫുകളുണ്ട്. ആ ജിറാഫിന് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിന് കൊടുക്കാനുള്ള ഭക്ഷണവും നമുക്ക് അവിടെ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. ശേഷം ആ ഭക്ഷണം ആണ് നമ്മൾ ആ ജിറാഫിന് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അടുത്ത ഷോ തുടങ്ങാറായി കേട്ടോ. അത് എലിഫന്റ് ഷോയാണ്. ഇവിടെ ഒരു 6-7 എലിഫന്റ്സ് ഉണ്ട്. അവരെയും കൊണ്ട് പല രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് ചെയ്ത് കാണിച്ചു തരും.
കണ്ടോ, ആന പടം വരയ്ക്കുന്നത് കണ്ടോ, എന്ത് മനോഹരമായിട്ടാണെന്നറിയാവോ. ഇവരെ ഇത്രയ്ക്ക് ട്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ അവരവിടെ ഈ ഷോയിൽ കൊണ്ടുവരുന്നത്. നല്ല കണ്ടില്ലേ, നല്ല മനോഹരമായ പടമല്ലേ. ഈ പടം അവസാനം അവർ നമുക്ക് ഫ്രെയിം ചെയ്തുകൊണ്ട് പോരാവുന്നതാണ്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫ്രെയിം ചെയ്തെടുത്ത് ക്യാൻവാസ് തുണിയിലാണ് അത് ഈ പടം വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ അപ്പം തന്നെ അത് ഉണക്കി ഫ്രെയിം ചെയ്ത് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോരാവുന്നതാണ്. ഈ ഷോയുടെ അവസാനം അവിടെ വീപ്പുകളിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. അത് ഈ ആനയെ കൊണ്ട് അത് അവരെ ചീറ്റിപ്പിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് മുന്നോട്ടേക്ക് നമുക്ക് ഇറങ്ങി ചെന്നിട്ട് ആ വെള്ളം ചീറ്റിപ്പിക്കുന്നിടത്ത് നമുക്ക് നിൽക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് നനയാം. അതിൻ്റെ വാർണിംഗ് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 2-3 നിര വരെ ഈ വെള്ളം ചീറ്റിപ്പിച്ച് ചെല്ലും എന്ന് നിങ്ങൾ ചിലപ്പം നനയാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിന് വാർണിംഗ് എൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ലോകത്തിലെ ഒരേ ഒരു എക്സ് വേൾഡാണ് കേട്ടോ. ഇവിടെ ഒത്തിരി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മുട്ടകൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഓരോ പക്ഷികളുടെ മുട്ട വിരിയുന്നത് അത് ഇൻക്യുബേറ്ററിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് ഓരോ ദിവസം അനുസരിച്ച് ആ പക്ഷികളുടെ വളർച്ച എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു കേട്ടോ ഇത്. ഇതൊക്കെ കണ്ടിറങ്ങിയപ്പോഴത്തേനും നമുക്ക് അടുത്ത ഷോയുടെ സമയമായിരുന്നു കേട്ടോ. അത് സ്പൈ വാർ എന്ന് പറയുന്നൊരു ഷോ ആയിരുന്നു അത്. ഇവിടെയാണെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ ഒറിജിനലായിട്ട് അവർ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഷോ ആയിരുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു ഷോ ആണ് ഇത്. ഇത് കാണിക്കുന്ന ഫയർ വർക്ക്സ് ഒക്കെ ഇല്ലേ, ശരിക്കും അവർ ആർട്ടിഫിഷ്യലി അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ കാണുമ്പോൾ ശരിക്കും നല്ല ഒറിജിനാലിറ്റിയും നമ്മൾ ശരിക്കും പേടിച്ചു പോകും കേട്ടോ ഇത് കാണുമ്പോഴത്തേനും. ഈ ഷോ കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു ജെയിംസ് ബോണ്ട് സിനിമ കണ്ട ഒരു ഫീല് കിട്ടും കേട്ടോ.
ഈ ഷോയിലും നമ്മുടെ ദേഹത്തേക്കൊക്കെ വെള്ളം തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഒരു സ്പീഡ് ബോട്ടിലൊക്കെ അങ്ങനെ വരുമ്പോഴത്തേനും ഒരു മുൻപിലിരിക്കുന്ന ഒരു 7-8 നിര വരെയെങ്കിലും ഈ വെള്ളം നമ്മുടെ ദേഹത്തേക്ക് തെറിക്കാവുന്നതാണ്. അവിടെ അവർ മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊബൈലൊക്കെ ആയിട്ട് പോയി വീഡിയോ ഒക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കുക, മൊബൈൽ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് തായ്ലൻഡിലൊരു മനോഹരമായ കാഴ്ച കാണാനുള്ളതെന്ന് വെച്ചാൽ അവരെല്ലാ കാര്യങ്ങളും നല്ല ഡെക്കറേറ്റീവ് രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അത് കണ്ടോ, ഇവിടെ കണ്ടോ തൊപ്പികളൊക്കെ ആയാലും കുടകൾ, അതുപോലെ പല പല പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നല്ല മനോഹരമായ രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ. ഈ കുളത്തിൽ നിറയെ ഭംഗിയുള്ള മീനുകളാണേ. നമ്മൾ തീറ്റയിട്ട് കൊടുക്കുമ്പോഴത്തേനും അതെല്ലാം കൂടി ഓടി ഇങ്ങനെ വരും. ഇത് കണ്ടോ, ഒരാൾ തലയിട്ട് നോക്കുന്നത് കണ്ടോ. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് സമയം ഏകദേശം ഒരു 1:30 അടുക്കാറായി. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ച് കൂപ്പൺ നമുക്ക് എൻട്രി പാസിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അടുത്ത ഷോ തുടങ്ങാറായിരുന്നു കേട്ടോ. അടുത്ത ഡോൾഫിൻ ഷോ ആയിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ ഞങ്ങൾ വേഗത്തിൽ ഒരു തരത്തിൽ കഴിച്ച് ഞങ്ങൾ ഡോൾഫിൻ ഷോ കാണാനായിട്ട് വെച്ച് പിടിച്ചു. വളരെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞും കൂടെ ആയത് കാരണം ഭയങ്കര തിരക്കായിരുന്നു അവിടെ. നമുക്ക് സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞങ്ങളും വേഗം ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു ഈ ഡോൾഫിൻ ഷോ. Show everyone. Look at the ball. The ball disappear in the air. Why not? Yang. 一个绕。再来一次。请看了，现在海魂魔术表演。哦，不见了。他不见了。หายไปเลยนะครับขอปรบมือกับเขาด้วยครับ ขอบคุณค่ะให้ปรบมือดังปล่อยหัวดีเรียนดีกิจกรรมเด่นสุดยอด Everyone, Dali from India นี่คือเรานายแบบ Ready go bye look at them in this action show this step okay come on ว่า现在海豚说能可以吗可以 Color เสียงปรบมือมาค่ะ Wow Very good Please start มาดูการแท็กตัวและทิ้งตัวแบบนี้ครับ Let's see the female jump to basketball ที่เราใช้กัน Fantastic action สุดยอดอ่ะ Very tall พร้อมแล้วไหม One out of the two Okay get ready go ผมว่าเอาฝั่งน้องนี้ก่อนขอจากอัสสัมชัญไปจนถึง
ഇവിടെ നമുക്ക് മൃഗങ്ങളുടെ കൂടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഒറാങ്കുട്ടൻ്റെ കൂടത്തിനും പിന്നെ പുലിക്ക് പാല് കൊടുക്കാം. അങ്ങനെ പല മൃഗങ്ങളുടെ കൂടത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അതിനൊക്കെ പല റേറ്റുകളാണ്. അത് ഓരോ സീസൺ അനുസരിച്ച് പല റേറ്റുകളാണ് കേട്ടോ അവർ വെക്കുന്നത്. Yeah, smile. Big man on cam. Kiss. Chup. Good girl. Okay. Stand. Yes. How are you? Smile. Chop there. Shake hand. Up. In. കെട്ടിപ്പിടിക്കടാ കെട്ടിപ്പിടിക്കടാ Yếm nói. Smile. Good girl. Closer. Closer. സൈഡിൽ ഫോട്ടോ എടുക്കാറുണ്ട്. Smile. Yếm. അങ്ങനെ എടുക്കാം അല്ലേ Smile. Rồi. Điểm mà. Kiss. Nam. Chụp. Chụp chưa? Lấy gấp. Ok. Smile. Điểm. Good chưa? Ok. Stand. കെട്ടിപ്പിടിക്കടാ Smile. Điểm. ഞാൻ തൊടിക്കടി പിടിക്കടാ അതിന് തൊടിപ്പിക്കേ. ഇത് ഞങ്ങളുടെ പോളു കടുവയ്ക്ക് പാല് കൊടുക്കുന്നതാണ്. കുട്ടികളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ കേട്ടോ. അവരെ തൊടാനും ഒക്കെ കിട്ടുന്നൊരു അവസരമാണല്ലോ ഇത്. ഏകദേശം ഒരു 3:30-4 മണിയോട് കൂടി ഞങ്ങൾ സഫാരി വേൾഡിലെ എല്ലാം കാഴ്ചകളും കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഇത് കണ്ടോ, ഒരു ഡബിൾ ഡെക്കർ ബസ് കിടക്കുന്നത് കണ്ടോ. ഇതിൽ അവിടുത്തെ സ്കൂളിലെ പിള്ളേരെ കൊണ്ടുവന്നതാണ് ഇവിടെ ഈ സഫാരി വേൾഡ് കാണിക്കാനായിട്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് സഫാരി പാർക്ക് എന്ന് പറയുന്നൊരു സ്ഥലം കൂടിയുണ്ട്. അത് ഈ സഫാരി വേൾഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാടാണ്. ഇപ്പം ഈ കാട്ടിനുള്ളിൽ മൃഗങ്ങൾ അവരുടേതായ ആവാസ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വണ്ടിയെ തന്നെ പോയി ഈ മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും. അപ്പം പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മുടെ ജനലുകൾ താത്തു അങ്ങനെയൊന്നും ചെയ്യരുത്. പക്ഷെ മൃഗങ്ങളുടെ അടുത്ത് പോയി നമുക്ക് വണ്ടി നിർത്തി അവരെ നന്നായിട്ട് കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. പിള്ളേരും ഞങ്ങളും എല്ലാം ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. കാരണം മൃഗങ്ങളെ അത്രയും അടുത്ത് നമ്മൾ കാണുകയാണല്ലോ എന്നേ. അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിലെ 3-ാമത്തെ ദിവസവും അവസാനിച്ച് ഞങ്ങൾ ബാങ്കോക്കിലെത്തി. 4-ാമത്തെ ദിവസം ഞങ്ങൾ ബാങ്കോക്കിലെ ഒരു ജെംസ് ഗാലറിയിലാണ് പോയത്.
അവിടെ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളും മുത്തുകളും അങ്ങനെ ഓർണമെൻറ്റ്സ് എല്ലാം അവിടെ ഒത്തിരി ഉണ്ട്. അവിടെ പല രത്നത്തിലും മുത്തുകളിലും ഉണ്ടാക്കിയിരിക്കുന്ന മാലകളും കമ്മലുകൾ മോതിരങ്ങൾ അതെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് നമുക്കത് വാങ്ങിക്കാവുന്നതാണ്. പല വളരെ മനോഹരമായിട്ട് പല രീതിയിലാണ് പല ഡിസൈനുകളിൽ അവരത് ഉണ്ടാക്കി വെക്കും. പിന്നെ കസ്റ്റമൈസും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡിസൈൻസ് അറിയാമെങ്കിൽ ആ ഡിസൈൻസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരതുപോലെ ഉണ്ടാക്കിത്തരും കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം 12 മണിയോട് കൂടി ഞങ്ങളുടെ ബാങ്കോക്കിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങളിനി അവസാനം ഒരു 2 സ്ഥലം കൂടെ ഉള്ളൂ ഇനി കാണുവാനുള്ളൂ. അത് ഗോൾഡൻ ബുദ്ധയും മാർബിൾ ടെമ്പിളുമാണ്. അപ്പം അങ്ങോട്ടേക്ക് ഞങ്ങൾ യാത്രയായി. ഞങ്ങളിവിടെ കണ്ട ഒരു ആകാശപാതയാണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാനായിട്ട്. അവരവിടെ സൺഷെയ്ഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ആ ആകാശപാത കാണാനായിട്ട്. ആൾക്കാരൊക്കെ അതിലേക്ക് നടന്നു പോകും. കുറച്ച് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കണമെങ്കിൽ അവർ ആ സൺഷെയ്ഡിൻ്റെ കീഴിൽ നിന്ന് റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കണ്ടോ, ഒരു കെട്ടിടം കണ്ടോ? ഇത് ഏതോ ഒരു കോർപ്പറേറ്റ് ഓഫീസാണ്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ രീതിയിലുള്ളൊരു സ്ട്രക്ചറാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലെത്തി കേട്ടോ. അവിടെ കുറേ അധികം പടികളുണ്ട്. ആ പടികളെല്ലാം കയറി നമ്മൾ മുകളിൽ ചെല്ലണം. അപ്പോൾ നമുക്ക് അവിടെ നല്ല കൊത്തുപണികളുള്ള അമ്പലമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അവിടെ കുറേ കുഞ്ഞു രീതിയിലുള്ള അലങ്കാര പണികൾ ചെയ്തിരിക്കുന്ന ഒരു അമ്പലമാണ്. അത് മൊത്തം നല്ല ഗോൾഡൻ ഇതിലാണ്. അതുകൊണ്ടാണ് ഗോൾഡൻ ടെമ്പിൾ എന്നുള്ള പേരും കൂടെ വന്നേന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ചില ഗോൾഡൻ ബുദ്ധ ഇതൊക്കെ ഇതിൻ്റെ ഗോൾഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അവിടെ നല്ല രസമാണ് കേട്ടോ ആ ടെമ്പിൾ കാണാനായിട്ട്. ഞങ്ങളുടെ ഈ തായ്ലൻഡ് ട്രിപ്പിന് ഏകദേശം ഒരു 20,000 രൂപയാട്ടോ ഒരു അഡൽറ്റിന് ചിലവായത്. കുട്ടികൾക്ക് അതിലും താഴെയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടാതെയാണ് ഈ 20,000 രൂപ എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾക്കെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് എവർ ടൈം ട്രാവൽസ് എന്ന് പറയുന്ന കാക്കനാടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇവരുടെ ഏറ്റവും നല്ല കാര്യം എന്നാന്ന് വെച്ചാൽ ഇവർ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. ഒരു പ്രത്യേകം ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. അപ്പം അവർക്ക് എൻജോയ് ചെയ്യാൻ രീതിയിലുള്ള, വലിയവർക്കും കുട്ടികൾക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ അവർ നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് തന്നു. അത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് കാര്യമായിരുന്നു കേട്ടോ. ഈ
ബാങ്കോക്കിലുടനീളം നമുക്ക് കനാല് കാണാൻ സാധിക്കും കേട്ടോ. വളരെ മനോഹരമായിട്ടാണത് അവർ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ അടുത്ത സ്ട്രീറ്റുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ബ്രിഡ്ജും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ കാണുന്നതാണ് മാർബിൾ ടെമ്പിള്. ഇത് നമ്മൾ സിനിമയിലും പാട്ടുകളിലൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് നമ്മൾ നേരിട്ട് ചെന്ന് കാണും. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തപ്പോഴത്തേനുമുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അയ്യോ ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുപോലത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. ഞങ്ങളുടെ ഈ തായ്ലൻഡ് ട്രിപ്പിൻ്റെ 3 പാർട്ടും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ പോയൊരു ഫീല് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ പാട്ടിൻ്റെയും ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് കേട്ടോ. മാംഗോ സ്റ്റിക്കി റൈസും ഈ ബബിൾ ടീയും കേട്ടോ. എല്ലാവരും വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.